അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. ഞാൻ ഇന്ന് പറയുന്നത്, ഞാൻ ഇപ്പോൾ ഒരു വ്ളോഗ് ചെയ്തിരുന്ന, ഞാൻ എൻ്റെ വ്ളോഗുകളിലൊക്കെ ഉദ്ദേശിക്കുന്നത് ഒരു റീച്ചോ അല്ലെങ്കിൽ വ്യൂസ് ഉണ്ടാവുക, ഷെയർ ഉണ്ടാവുക, ലൈക്ക് ഉണ്ടാവുക എന്നതല്ല. പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളത് ചെയ്യുക എന്നാണ്. കാരണം നമ്മുടെ ഓരോ വാക്കും പരിശുദ്ധനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ റിക്കാർഡിൽ രേഖപ്പെടുത്തും. ഇന്ന് ഞാൻ ഇവിടെ ഈ പറയുന്നത് കോടാനുകൂടി ആളുകൾ അഥവാ സൈബർ ലോകത്തേക്ക്, ഡിജിറ്റൽ ലോകത്തേക്ക് വ്യാപിക്കുന്ന ഒരു ശാസ്ത്രീയ കണ്ടുപിടുത്തമാണ് ഇന്ന് സോഷ്യൽ മീഡിയ അഥവാ യൂട്യൂബ്, ഫേസ്ബുക്കും ഒക്കെ. ഞാൻ ഇന്നിവിടെ പറയുന്നത് കേവലം ഒരു 100 ആളോ 200 ആളോ കാണുന്നുള്ളൂവെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു 1000 10,000 ആളുകൾ പോലും കാണുന്നുള്ളൂവെങ്കിലും ഇത് എന്നും ഇവിടെ രേഖയായിട്ട് കിടക്കുകയാണ്. ലൈഫ് ടൈം എന്നാണ് ഇതിന് പറയുക. മനസ്സിലായോ? ഞാൻ ഇതൊക്കെ പിന്നീട് അറിഞ്ഞതാണ് എനിക്ക്. അപ്പം ഞാൻ പറയുന്നത്, അപ്പോൾ ഇത്തരത്തിലുള്ള രേഖപ്പെടുത്തലുകളാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. ഒരിക്കലും മാഞ്ഞു പോവാത്ത, മായ്ച്ചു കളയാനാവാത്ത വിധം. ഇനിയിപ്പോൾ എൻ്റെ ചാനൽ ടെർമിനേറ്റ് ചെയ്താൽ പോലും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ആ രേഖകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് പുറത്ത്. മനസ്സിലായോ? അത് പലരിലേക്കും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും ഒക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് അത് അവിടെ കിടക്കും. അപ്പം ഞാനിപ്പോൾ പറയുന്നത്, കഴിഞ്ഞ ദിവസം നമ്മുടെ ട്രംപാണല്ലോ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അഥവാ ലോക മുതലാളിയായ ഒരു പ്രസിഡന്റാണ്. അപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഒരു അറബ് രാജ്യം മെനക്കെട്ടു. പണ്ടൊക്കെ ഇത്തരത്തിലുള്ള അമേരിക്കൻ പ്രസിഡന്റ് അബ്രഹാം ലിങ്കൻ്റെ കാലം മുതൽ, അല്ലെങ്കിൽ അതിനുശേഷമുള്ള നമ്മുടെ ഒബാമയുടെ കാലം, അതുപോലെ തന്നെ ജൂനിയർ ബുഷും സീനിയർ ബുഷും ഒക്കെ ഭരിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. പലരും കടന്നു വന്നിട്ടുണ്ട് അല്ലേ? അവരെയൊക്കെ ഈ അറബ് രാജ്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റേതായ മാന്യതയിലാണ്. ആലോചിച്ച് നോക്കൂ. എങ്ങനെയുണ്ടെങ്കിലും സംഗതി എങ്ങനെയായാലും മതപരമായ ചിട്ടകളൊന്നും പുലർത്താത്ത നാടുകളാണ് യഥാർത്ഥത്തിൽ ഈ അറബ് രാജ്യങ്ങളിൽ നിന്ന് എല്ലാവർക്കും കാലങ്ങളായിട്ട് അറിയാൻ കഴിയും. അവർക്ക് ആരോടും പ്രത്യേക കടപ്പാടോ കടമയോ ഒന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ടൂറിസമാണ് അവരുടെ ലക്ഷ്യം. ടൂറിസം എന്ന് പറയുന്നത് അവരുടെ ബിസിനസ്സാണ്. അപ്പോൾ തങ്ങൾക്ക് അവർ ചോദിക്കുന്ന അറബികളുടെ ലീഡർമാർ പറഞ്ഞ വാക്കുണ്ട്, ഇവിടെ എല്ലാമുണ്ട്. ഇവിടെ കള്ളുണ്ട്, പെണ്ണുണ്ട്, ടൂറിസമുണ്ട്. അതോടൊപ്പം തന്നെ വിശ്വാസികൾക്ക് നമസ്കരിക്കാൻ പള്ളിയുണ്ട്, നല്ല ഉഷാറാക്കിയിട്ട്. ഏറ്റവും വലിയ പള്ളി അബുദാബിയിലാണ് എന്ന് പറയുമാറ് ഞങ്ങൾ ഒരു വലിയ ഗിന്നസ് ബുക്കിൽ സ്ഥാനം പിടിക്കുമാറ് ഒരു വലിയ പള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മറ്റു പല പള്ളികളും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പള്ളികൾക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് ഔക്കാഫ് അഥവാ അവിടുത്തെ ഭരണകൂടം. ആ പള്ളികളിലേക്കൊക്കെ കുത്തുബ എഴുതി കൊടുക്കുന്നതും അവർ തന്നെ. കാരണം എന്തെങ്കിലും ഒന്ന് എതിർത്ത് ആ ഖതീബ് പറഞ്ഞു കഴിഞ്ഞാൽ, നിഷ്പക്ഷമായ ഒരു കാര്യം ഖതീബ് പറഞ്ഞാൽ പിന്നെ എന്തുണ്ടാവില്ല? പിന്നെ അവിടെ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനത് പറയുന്നില്ല. പിന്നെ അവിടെ അയാളുണ്ടാവില്ല, അത് തന്നെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപ് ഒരു അറബ് രാജ്യത്ത് സന്ദർശിച്ചപ്പോൾ സ്വീകരിച്ചത് എങ്ങനെയാണ്? നമ്മളൊക്കെ നമ്മളുടെ നാട് വരെ അല്ലേ, വ്യത്യസ്ത സംസ്കാരമുള്ള ഈ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ, അതുപോലെ തന്നെ മറ്റെല്ലാ നാടുകളും ഒരു ഭാരത പൈതൃകം എന്ന നിലയ്ക്ക് ഒരു പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നു അല്ലേ? അപ്പോൾ ഇസ്ലാമിക സംസ്കാരമോ എന്തുമാത്രം ഉന്നതിയിലുള്ള സംസ്കാരമാണ് കാത്തു സൂക്ഷിക്കേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കൊടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്ക്. അല്ലാഹു അക്ബർ എന്ന് ചില കൊടിയിൽ ചില അറബ് രാജ്യങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇമാറാത്തുൽ അറബിയ്യത്തുൽ മുത്തഹിദ എന്നൊക്കെയാണ് പറയാറ്. പക്ഷേ നിങ്ങളൊന്ന് നോക്കൂ, അന്യ സ്ത്രീകളായ എങ്ങനത്തെ തരുണീമണികളായ സ്ത്രീകൾ അവരുടെ നഗ്നരായ ഫുള്ളായിട്ട് തല കഴിച്ചിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. നമ്മളൊക്കെ നമ്മളുടെ നാട്ടിൽ കണ്ടിട്ടുള്ളത് എവിടെയാണ്? ഞാനിത് കണ്ടിരിക്കുന്നത്, ഞാനിത് 2 സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. എവിടെയാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക, ഭ്രാന്തായിട്ടുള്ള ഒരു സ്ത്രീ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു സ്ത്രീ. ആ സ്ത്രീ അവൾക്ക് ഭ്രാന്തായ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആളുകൾ ചെന്ന് സന്ദർശിക്കുമല്ലോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ ഈ കോലത്തിൽ തലയിട്ട് ഇങ്ങനെ ചുഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. നഗ്നയായ തലയാണ് കേട്ടോ ചുഴറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പിന്നെ കണ്ടിട്ടുള്ളത് ഏർവാടി എന്ന് പറയുന്ന ഒരു സ്ഥലം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. ആ സ്ഥലത്ത് ഉള്ള ചില പ്രദർശനത്തിൽ, അപ്പോൾ ഞാൻ ഏർവാടിയിൽ പോയത് കൊണ്ടല്ല, ആ ഏർവാടിയിലുള്ള ചില പിക്ചറുകൾ ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോകളിലൂടെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ഒരു കൊടിമരത്തിൻ്റെ ചുറ്റും ഇത്തരത്തിൽ നഗ്നരായ സ്ത്രീകൾ അവരുടെ ഭ്രാന്ത് മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി ചുറ്റിക്കറങ്ങുകയാണ്. അപ്പോൾ ഈ 2 സ്ഥലങ്ങളിൽ പിന്നീട് ഇനി ഹിന്ദു ദേവാലയങ്ങളിലോ മറ്റോ ഇത്തരത്തിലുള്ള മുടിയാട്ടമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇളവൂർ തൂക്കത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അത് ഓരോരുത്തർ നെയ്യത്താക്കുന്ന തൂക്കങ്ങൾ അതിനനുസരിച്ചുള്ള അവിടുത്തെ പ്രവർത്തകർ നടത്തുന്നുണ്ട്. ഇനി എന്നതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ, വൈരങ്കോട്, അതോടൊപ്പം പല ക്ഷേത്രങ്ങളിലും പല തരത്തിലുള്ള ആചാരങ്ങളാണുള്ളത്. അപ്പോൾ ഈ മുടിയാട്ടം ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, ചിലപ്പം ഉണ്ടാവാം.
അപ്പോൾ അതല്ലാത്ത രീതിയിൽ അത്യുത്തമമായ സംസ്കാര സിദ്ധി ലഭിച്ച, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ലോകത്ത് കുന്തും ഖൈറ ഉമ്മത്തിൻ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചിട്ടുള്ള ആ ഉത്തമ സമുദായത്തിൻ്റെ അറബ് നാട് ഇസ്ലാമിക രാജ്യം. ആലോചിച്ച് നോക്ക്, ആ ഇസ്ലാമിക രാജ്യത്തിൻ്റെ പ്രതിനിധികൾ ഈ ട്രംപിനെ സ്വീകരിക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടില്ലേ? ഈ മുടിയാട്ടം തരുണീമണികളായ സ്ത്രീകൾ, അത് മുസ്ലിം സ്ത്രീകളാണോ ഹിന്ദു സ്ത്രീകളാണോ ക്രിസ്ത്യൻ സ്ത്രീകൾ, അത് വരോ കഥ, ഏത് സ്ത്രീ ആയാലും ശരി, ആ സ്ത്രീകൾ അതിന് മെനക്കെട്ടവർ. ആ സാഹചര്യം ആലോചിച്ച് നോക്കൂ. മുസ്ലിം സ്ത്രീകളാണെങ്കിൽ അവിടുത്തെ അറബി സ്ത്രീകളായിരിക്കാനാണ് സാധ്യത. കാരണം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പുറത്തു നിന്നുള്ള ആളുകളെ സ്വീകരിക്കാനിരിക്കുമ്പോൾ അതിൻ്റെ പാരമ്പര്യം അനുസരിച്ച് പുറത്തുനിന്ന് നേപ്പാളിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ആളുകളെ കൊണ്ടുവന്നിട്ട് ഇന്ത്യയിൽ അവിടുത്തെ പുറത്തുള്ള ആളുകളെ സ്വീകരിക്കാനിരിക്കില്ല, നമ്മുടെ വീട്ടിലേക്ക് സ്വീകരിക്കാൻ നിൽക്കാറ് നമ്മൾ തന്നെയാണ്. അപ്പോൾ എന്നതുപോലെ എനിക്ക് തോന്നുന്നത് അറബി വനിതകളായിരിക്കാം. പക്ഷേ അപ്പോൾ അവരിൽ വന്ന മാറ്റം നമ്മൾ നോക്കൂ, തുറന്നു പറയാൻ പണ്ഡിതന്മാർക്ക് കഴിയുന്നില്ല. അതാണ് ഏറ്റവും സങ്കടം. ഒരൊറ്റ പണ്ഡിതൻ പോലും, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ സങ്കടത്തോടെയും സഹതാപത്തോടെയും നിസ്സഹായതയോടെയുമുള്ള നോട്ടങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ മലബാറിലും മലപ്പുറം ജില്ലയിലും കേരളത്തിലുമൊക്കെയുള്ള മുസ്ലിം പണ്ഡിതന്മാരുടെ നേതൃത്വം. കാരണം അവർക്ക് ഈ ഇമാറത്ത് എന്ന് പറയുന്ന ഇമാറത്ത് അതെ, ഈ മുസ്ലിങ്ങളുടെ നേതൃത്വത്തിലുള്ള പ്രമാണിമാർ തോന്നിയത് ചെയ്യുന്നു, അവിടെ വീടുകളിൽ തോന്നിയത് ചെയ്യുന്നു, നിക്കാഹ് ചെയ്യുന്നു. സഹതാപത്തോടെ നിരാശയോടെ നോക്കി പോരാനല്ലാതെ കഴിയില്ല. അപ്പോൾ എന്നതുപോലെ അല്ല ഇത് യഥാർത്ഥത്തിൽ. ഇത് പണ്ഡിതന്മാർക്ക് പണ്ഡിതന്മാർ അവിടെ ഈ പറയുന്ന നിരാശാഭരിതരായി, എന്താ പറയുക, സഹതാപ കണ്ണുകളോടെ നിസ്സഹായരാണ്. എന്താ അറിയോ, അവർ എന്തെങ്കിലും ഒന്ന് വിമർശിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരാമർശിച്ചു കഴിഞ്ഞാൽ കേവലം ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് പോലെയല്ല. ഒരു സോഷ്യൽ മീഡിയയിലോ ഒരു യൂട്യൂബിലോ ഒരു ചെറിയ പരാമർശം അവിടെയുള്ള ഒരു വിശ്വാസി, ആരെങ്കിലും ഒരു വിശ്വാസി നടത്തിയെന്നറിഞ്ഞാൽ ഇന്ത്യ പോലെയുള്ള രാജ്യത്തുള്ളത് പോലെയും അല്ല അവിടെ സംഭവിക്കുക. നമ്മൾ വിചാരിക്കും ഇസ്ലാമിൻ്റെ നടുക്കഷ്ണം അല്ലേ, മുസ്ഹഫിൻ്റെ നടുക്കഷ്ണം എന്നൊക്കെ പറയുന്നത് പോലെ വലിയ സംഭവമായിട്ടാണ് നമ്മളൊക്കെ അത് കാണുന്നത് അല്ലേ. എന്നാൽ ഒരിക്കലും അവരെ സംബന്ധിച്ചിടത്തോളം കാൽപാദത്തിന് താഴെയാണ് സ്ഥാനം കൊടുത്തിട്ടുള്ളത്. ഏതിന്? ഈ മുഖ്യ ഗ്രന്ഥത്തിന്. അപ്പോൾ ഞാനത് പറയുന്നില്ല. ഇനി അത് അങ്ങനെ സംഭവിക്കണം. കാരണം നമ്മുടെ പ്രവാചകനായ തിരുമേ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ്. കാരണം എൻ്റെ നാടുകളിൽ നിന്ന് തന്നെ ഇതിനുള്ള തിരസ്കാരം സംഭവിക്കും. ജാമിദക്കും ആരിഫിനും ലിയാക്കത്തിനും പ്രചോദനമാകും. ഇനിയിപ്പോൾ അതവർ വലിയ വീഡിയോകളായിട്ട് ചെയ്യുമല്ലോ. കാരണം ഇഷ്ടം പോലെ കർമ്മ TV, ജനൻ TV അല്ലേ, മലൻ TV എന്തൊക്കെയുണ്ടോ അവർക്കൊക്കെ ഇനി അത് ചെയ്ത് പാടി പറയാൻ കണ്ടൻറ്റുകളായി, ഇഷ്ടം പോലെ കണ്ടൻറ്റുകളായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ തികച്ചും ഓരോ വിശ്വാസിക്കും ഉറപ്പാണ് അള്ളാഹുവിൻ്റെ തീർച്ചയായിട്ടും അവൻ്റെ ഇക്തറബത്തി സാഹ, ആ സമയം അടുത്തിരിക്കുന്നു. ഏത് സമയം? ഈ കിയാമം എന്ന് പറയുന്നത് ഏത് സമയത്തും നോക്കണം സംഭവിക്കാം. തഖൂമു സാഹ ഹത്താ ലാ യഖൂലു അല്ലാഹ്. അതാണ് അള്ളാഹു എന്ന് ആത്മാർത്ഥമായിട്ട് പറയുന്ന ഒരു മനുഷ്യൻ പോലും ഭൂമിയിലില്ലാതെ വരുമ്പോൾ ആ കിയാമത്ത് എന്ന് പറയുന്ന സംഭവം സംഭവിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞതിലേക്ക് ലോകം അടുക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുകയും അവൻ്റെ ഈമാനോടുകൂടെ അവസാന കലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാക്കിക്കൊണ്ട് മറ്റുള്ള ഒരു പുകിലുകളോടൊപ്പം പോവാതെ, ഒരു ഒഴുക്കിനോടൊപ്പം പോവാതെ, ഒഴുക്കിനെതിരെ നീന്തി അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹുദാവാനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.